കർത്താവ് നമ്മളെ എതിരെയും അനുവദിച്ചിരിക്കുകയാൽ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് 2025 ആണ്ട് ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ദൈവാലയത്തിൽ കൂടി വന്നിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ച ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഒന്ന് എന്ന് പറയുമ്പോൾ ദൈവം ഏകനാണ്. മാർത്തിയും മറിയയുമായുള്ള യേശുവിന്റെ സംഭാഷണത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അവസാന ഭാഗത്തായ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: അല്പം മതി, അധികം വേണ്ട, ഒന്ന് മതി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ സൗഖ്യം പ്രാപിച്ച പിറവിക്കുരുടനോട് യഹൂദന്മാർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ കുരുടനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, അവൻ പാപിയാണോ നീതിമാനാണോ എന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ഒന്നറിയുന്നു, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാഴ്ചയുള്ളവരാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്ന് മതി നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള വലിയ കാഴ്ചപ്പാടോടെ ഈ 25-ാം ആണ്ടിലെ ഒന്നാമത്തെ ഞായറാഴ്ച നമ്മൾ ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. 40-ാമത്തെ സങ്കീർത്തനമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം സ്വീകരിച്ചിരിക്കുന്നത്. Psalms 40 is the surrendering psalm. സമർപ്പിക്കപ്പെടുന്ന സമർപ്പണത്തിന്റെ ഒരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. ഇരുപകാലം ആ സങ്കീർത്തനത്തെ നമുക്കൊന്ന് നോക്കാം. ഒരു പക്ഷേ നമ്മൾ നല്ലതുപോലെ വായിച്ച് വിലയിരുത്തിയാൽ ഈ വർഷത്തെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും തുണ നൽകുന്ന ഒരു സങ്കീർത്തനമാണ് 40 എന്ന് കണ്ടെത്തുവാൻ കഴിയും. 40-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എ ന്യൂ സോങ്, ഒരു പുതിയ പാട്ട്. നമ്മൾ എപ്പോഴും പറയും, അവൻ എന്റെ നാടിന്മേൽ പുതിയൊരു പാട്ട് വന്നു. അതുകൊണ്ട് ഈ 25-ൽ നമ്മുടെ അതരങ്ങളിൽ ഏത് സമയവും പുതുപുത്തൻ പാട്ടുണ്ടായിരിക്കട്ടെ. ആമേൻ. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേക അതിന്റെ 2-ാം വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. 3-ാം വാക്യം, അവൻ എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ആദ്യത്തെ 5 വാക്യങ്ങളിൽ പുതിയ പാട്ടിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. ഒരു വർഷം നമ്മുടെ ജീവിതം പുതുമയാർന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകണം. കഴിഞ്ഞത് പണിയിൽ പോയി പുതിയത് വരികയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 24 അത് കഴിഞ്ഞു പോയതാണ്. 25 നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. അത് പുതുമയാർന്ന അവസ്ഥയിൽ, പുതുപുത്തനായ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കുകയാണ്. ഒന്നാമത് എ ന്യൂ സോങ്, ഒരു പുതിയ പാട്ട്. 2ാമത് എ ന്യൂ ഡെലിവറൻസ്, ഒരു പുതുപുത്തൻ വിടുതൽ. ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് പാട്ട് പാടുമ്പോൾ അതിനു മുമ്പ് അതിനിടയിൽ എല്ലാം കേട്ട് കാണും, ആരാധിച്ചാൽ വിടുതലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിശ്ചലമായിരുന്നാൽ വിടുതൽ ഉണ്ടാകത്തില്ല. ശാന്തമായിരുന്നാൽ, ചലിക്കാതിരുന്നാൽ വിമോചനമില്ല.
ആരാധനയുടെ ആത്മീയ ചൈതന്യ ശക്തി നമ്മുടെ ഉള്ളത്തിൽ ആരംഭിച്ച് ബാഹ്യ ശരീരത്തിലൂടെ വ്യാപിക്കുമ്പോൾ ഫുൾ ബോഡി ഡെലിവറൻസ് പ്രോസസ്. ആമേൻ. പരിപൂർണമായി നമ്മുടെ ശരീരമാസകലം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, ദോഷങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അങ്ങനെ വിടുതൽ പ്രാപിച്ചാൽ അതെത്രയോ നല്ലതാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. 40-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ അഗാധമായ കൃപയെ അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ വായിക്കുമോ? കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ചേരിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമഴ നിർത്തി എന്റെ ജനത്തെ സ്ഥിരമാക്കി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു. തിടുക്കം കാണിക്കരുത്, ആവേശം കാണിക്കരുത്, ബഹളം കാണിക്കരുത്, പരവശം കാണിക്കരുത്. അവൻ എനിക്ക് അനുഗ്രഹം തന്നില്ലായെന്ന് പറഞ്ഞ് ആൾക്കാരും പറയരുത്. ക്ഷമയോടെ, ആമേൻ, ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു, അവൻ എന്നെ അനുഗ്രഹിക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ അപ്പന്റെ അടുക്കൽ നിന്നോ അന്യദേശത്തേക്ക് ആരുമില്ലാത്ത സമയം, സൂര്യൻ അസ്തമിച്ച സമയം യാക്കോബ് പുറപ്പെട്ടു പോയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നീണ്ട നാളുകൾക്ക് ശേഷം താൻ മടങ്ങി വരുമ്പോൾ വിട്ടുപോകുന്ന ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തനിക്ക് ആ സ്ഥലത്ത് ചെന്ന് ജീവിക്കുവാൻ ആവശ്യമായ കരുത്താവശ്യമാണ്. ഒരാൾ താനുമായി ബന്ധം സ്ഥാപിച്ചു. അവസാനം ആ മനുഷ്യൻ ഈ നീണ്ടകാലം അന്യദേശത്തു നിന്ന് മടങ്ങിപ്പോരുന്ന മനുഷ്യനോട് പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്നു, എനിക്ക് പോകണം, നീ എന്നെ വേണം. ആ സമയം മല്ല് പിടിച്ച യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടതാ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ കിട്ടിയിട്ടല്ലാതെ ഞാൻ ഇവിടെ എഴുന്നേൽക്കത്തില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗോഡ് ഡെലിവറൻസ്, ദൈവത്തിന്റെ വിമോചനം, ദൈവത്തിന്റെ വിടുതൽ. പ്രിയ ദൈവമക്കളെ, ശരീരമാസകലം ബാഹ്യമായും ആന്തരികമായും നമുക്ക് ആവശ്യമുള്ളത് ഒരു വിടുതലാണ്, ഒരു മോചനമാണ്, ഒരു ഉദ്ധാരണമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ഒന്നാമത് ദൈവത്തിന്റെ കൃപയാംശമാണ്, രണ്ടാമത് അവന്റെ വിടുതൽ ആവശ്യമാണ്, മൂന്നാമത് ഗോഡ് സെക്യൂരിറ്റി, ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് ആവശ്യമാണ്. 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദാറ്റ് ഈസ് സെക്യൂരിറ്റി. അതാണ് സുരക്ഷ, അതാണ് ഭദ്രത. ആമേൻ. പ്രിയ ദൈവമക്കളെ, അന്നം മാത്രം പോരാ, ഒരു സുരക്ഷ വേണം. ആഹാരം മാത്രം പോരാ, ഒരു സൂക്ഷിപ്പ് വേണം. വസ്ത്രം മാത്രം പോരാ, ഒരു നിലനിൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആഹാരവും വസ്ത്രവും പാർപ്പിടവും മാത്രം പോരാ. ഈ 2027 നമ്മൾ ചോദിക്കണം, എനിക്ക് ഒരു സുസ്ഥിരത, ഒരു ഭദ്രത, ഒരു സുരക്ഷ ആവശ്യമാണ്. കർത്താവേ, നിങ്ങൾ ന്യൂസ് കേട്ട് കാണും, ഇന്നലെ രാത്രി അടുത്ത എത്രയോ കഴിഞ്ഞതിനേക്കാൾ വലിപ്പമുള്ള കൊറോണയുമായി ബന്ധപ്പെട്ട മാരക രോഗം എല്ലാം വരുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. വിശ്വാസമില്ലാത്ത രാജ്യത്ത് ഇതിനപ്പുറം ഉണ്ടാകും. പ്രിയ ദൈവമക്കളെ, എന്തിനേറെ പറയുന്നു,
വിശ്വാസത്താൽ നമ്മൾ പ്രശ്നത്തെ അതിജീവിക്കും. ആമേൻ. വിശ്വാസത്താൽ നമ്മൾ പ്രതിബന്ധങ്ങളെ അതിജീവിക്കും. വിശ്വാസത്താൽ നമ്മൾ പ്രതിരോധത്തെ പോലും അതിജീവിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിടുതലും ദൈവത്തിന്റെ സുരക്ഷയും നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയാണ്, മൈ സ്റ്റെപ്സ് സെക്യൂർ. എന്റെ കാലടികൾ, എന്റെ കാൽപാദങ്ങൾ ഞാൻ ഓരോ സ്ഥലത്തേക്കും എന്റെ കാൽപാദം ചലിപ്പിക്കുമ്പോൾ അവിടെ സുരക്ഷ. ആമേൻ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാകാമല്ലോ മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ കാൽ വഴുതി പോകാൻ അവൻ അനുവദിച്ചിട്ടില്ല. എന്റെ സ്റ്റെപ്പ് ഞാൻ ഒന്ന് എന്റെ കാൽപ്പാദം വെച്ചപ്പോൾ അവിടെ അവന്റെ സുരക്ഷയുണ്ടായതിനാൽ അവൻ വഴുതിയില്ല. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 40 സങ്കീർത്തനം 3 മുതൽ 5 വരെ നോക്കുകയാണെങ്കിൽ ഗോഡ്സ് ഗിഫ്റ്റ്സ്, ദൈവത്തിന്റെ വരദാനങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും നമ്മൾ 40:3 വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ എന്റെ വായിൽ പുതിയ പാട്ട് തന്നു, എ ന്യൂ സോങ് എഗെയിൻ. ആമേൻ. ഒരിക്കൽ കൂടി അവൻ എനിക്ക് പാട്ട് തരികയാണ്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ മനഃശാസ്ത്ര വശം ഞാൻ മനസ്സിലാക്കി തരാം. അവൻ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ്, കാൽപാദം വെക്കുന്നതിന് മുമ്പ് അവന്റെ നാവിൽ ഒരു പാട്ട് കിട്ടി. അവൻ പാടി, കർത്താവേ, എന്റെ ഈ യാത്രയിൽ എന്റെ കാലടികൾ സുരക്ഷിതമായിരിക്കണം. എന്നാൽ വല്ലാത്ത വൻപിഴപ്പുള്ള സ്ഥലത്ത് അവന്റെ കാല് വെച്ചപ്പോൾ അത് പതറിയില്ല, അതിൽ യാതൊരു വിധമായ ഉറച്ചിലും സംഭവിച്ചില്ല. അപ്പോൾ വീണ്ടും അവൻ പാടുകയാണ്, ദൈവമേ, എന്റെ കാൽ ഒഴുകുവാൻ സമ്മതിക്കാതിരുന്ന അങ്ങേക്ക് നന്ദി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നാമത് ഒരു ന്യൂ സോങ്, രണ്ടാമത് ഒരു സെക്കൻഡ് ന്യൂ സോങ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് ഞാൻ പറയട്ടെ, ഈ 25-ൽ ഓരോ സുരക്ഷാ സ്ഥലങ്ങളിലും നമ്മുടെ കാലുകൾ ഉറച്ചു കഴിയുമ്പോൾ നിന്റെ അകലത്തിൽ ഒരു പുതിയ പാട്ട് തന്നെ വരട്ടെ. ആമേൻ. ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. എ ന്യൂ സോങ് എഗെയിൻ, എ ന്യൂ ഇൻഫ്ലുവൻസ്, ഒരു പുതിയ സ്വാധീനം. അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ യഹോവയിൽ ആശ്രയിക്കും, അതാണ് അവന്റെ സ്വാധീനം. ആമേൻ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, സമ്പന്നന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ധനാഢ്യന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മുതലാളിമാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ഈ ലോകത്തിലെ ഏത് ഭരണകൂടങ്ങളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിച്ചാൽ മതി. ആമേൻ. 1600 സഹായം മൂക്കിപ്പൊടി വയ്ക്കാനില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ അതിനേക്കാൾ വലിയ സഹായം, മതിവരാത്ത സഹായം ഫ്രം ഹെവൻ. ഹല്ലേലൂയ. മോളിൽ നിന്ന് പ്രിയ ദൈവമക്കളെ അവിടെ നിന്ന് കിട്ടിയാൽ അത് ശാശ്വതമാണ്. യേശുവിനെ പീലാത്തോസിന്റെ ചേംബറിൽ വിചാരണ ചെയ്യുമ്പോൾ നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് ആവർത്തിച്ച് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു. യേശു ഒന്നും വേണ്ടിയില്ല. നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു പീലാത്തോസിനോട് പറഞ്ഞ്, മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്കൊരു അധികാരവുമില്ല. ആമേൻ. ഹല്ലേലൂയ. രാത്രിയുടെ ഇരുട്ടയാമത്തിൽ ഇതാ പീലാത്തോസിന്റെ ചേംബറിലേക്ക് ഒരു ദൂതനൊരു കത്തുമായിട്ട് വരുന്നു. തന്റെ ഭാര്യ വീട്ടിൽ നിന്ന് എഴുതി അയച്ച കത്താണ്. അതിൽ തന്റെ ഭാര്യ പ്രോപ്പർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. എന്റെ ഭർത്താവ് എന്ന നിലയിൽ ആ നീതിമാനെ കുറ്റവിചാരണ ചെയ്യുന്ന നിങ്ങളുടെ ആ നടപടി നന്ന കണ്ടുകൊണ്ട് എനിക്ക് ഓർക്കാൻ വരുന്നില്ല. ആമേൻ. ആ സ്ത്രീ മാനസാന്തരപ്പെട്ട് ഒരു ദൈവ പൈതലായി. എന്നാൽ ഈ ന്യായാധിപനായ പീലാത്തോസ് രക്ഷപ്പെട്ടതായി ചരിത്രമില്ല. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ,
ഒരു പുതിയ പാട്ട്, ഒരു പുതിയ സ്വാധീനം, അത് മാത്രമല്ല ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം കൂടി. 40 സങ്കീർത്തനമായി 4 വാക്യം വായിക്കുമ്പോൾ യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെ വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഭാഗ്യവാൻ. പ്രിയ ദൈവമക്കളെ, there is a new life. അവിടെയാണ് ഒരു പുതിയ ജീവിതം. ആമേൻ. ഞാൻ പറയട്ടെ, 2025 നമ്മൾ ആവശ്യമില്ലാത്ത അനധികൃതമായ ഒരു രംഗങ്ങളിൽ പോയി ഇടപെടരുന്നത്. അവൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും. സദൃശ്യവാക്യത്തിൽ ശലോമോൻ പറയുന്നു, തന്നെ സംബന്ധിക്കാത്ത കാര്യത്തിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിച്ച് കടിയേറ്റുകൊണ്ട് പോകുന്നവനെ പോലെയാകും. അതുകൊണ്ട് ആശ്ചര്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ വർഷം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. യഹോവയെ തന്റെ ആശ്രയം ആക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കണം. കണ്ടോ, ഒരു ദോഷവും ചെയ്യുന്ന അഹങ്കാരികളുടെ അടുക്കിലേക്ക് നിങ്ങൾ ചായരുത്. പിടിക്കും, അതായി മാറട്ടെ. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ബോസ് ആയിക്കോട്ടെ, അവൻ അഹങ്കാരിയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് പോയാൽ മതി. ആമേൻ. ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിന്റെ അരികിൽ പോയി ഏമാനെ എന്ന് വിളിച്ച് അദ്ദേഹത്തെ കുമ്പിടാൻ പോയാൽ നമുക്ക് അനർത്ഥം. എത്രയോ ഭയങ്കരമാണ് ആ വാക്യം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു പുതിയ പാട്ട് വീണ്ടും പാടുന്നു, ഒരു പുതിയ സ്വാധീനം ഉണ്ടാകുന്നു, ഒരു പുതിയ ജീവിതം ഉണ്ടാകുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിന്റെ 5ാം വാക്യത്തിൽ എ ന്യൂ കോൺഫിഡൻസ്, ഒരു നല്ല പുതുപുത്തൻ ഉറപ്പ്, ധൈര്യം നമുക്കുണ്ടാകും. ആമേൻ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 5ാം വാക്യം, യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഭാഗ്യവാൻ. ഇതാണ് നമ്മുടെ ഉറപ്പ്. ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചലിക്കരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അങ്ങനെ ആയിത്തീരട്ടെ. അത് മാത്രമല്ല, എ ന്യൂ അവയർനെസ്, ഒരു നല്ല അവബോധം നമുക്കുണ്ടാകും. നമ്മുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടാവും. ആമേൻ. ഞാൻ പോകേണ്ട വഴിയാണോ, ഞാൻ പോകാൻ പാടില്ലാത്ത വഴിയാണോ എന്ന അറിവ് ഉള്ളിലുണ്ടാവും. എപ്പോഴും പുറത്തുനിന്ന് ഒരാൾ പറയാൻ പറ്റുന്നില്ല. ആമേൻ. അതുകൊണ്ട് 2025 ഒരു നല്ല എ ന്യൂ അവയർനെസ്, ഒരു നല്ല ആന്തരികമായ അവലോകനം, അറിവ് നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, അതിന്റെ 6ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എ നോബൽ സറണ്ടറിംഗ്, ഒരു രാജകീയമായ സമർപ്പണമുണ്ടോ? എപ്പോഴും സമർപ്പിക്കുന്നത് പോലെയല്ല. ഏത് സമയവും എന്നെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല. എ നോബൽ സറണ്ടറിംഗ്, രാജകീയമായ വിലയേറിയ, പ്രിയ ദൈവമക്കളെ, ഒരു രാജോചിതമായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ഈ സറണ്ടർ ടു ഗോഡ്, നാം ദൈവത്തിന് നമ്മളെ കൊടുക്കും. ഏത് വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രിയ ദൈവമക്കളെ, ഈ നോബൽ സീക്രട്ട്, ഒരു രാജകീയമായ രഹസ്യമായി ഉണ്ടോ? 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളെ സമർപ്പിക്കുന്നതിനൊരു രഹസ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് രാജകീയമാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കൂലിക്കാരൻ തന്റെ ജോലി നടക്കുവാനും ജോലിയുടെ കൂലി വാങ്ങിക്കുവാൻ മാത്രമേ ഒരു ബോസിനെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട് തന്നെ സമർപ്പിക്കുന്നുള്ളൂ. അത് ഒരിക്കലും ഒരു നോബിൾ സറണ്ടറിംഗ് അല്ല. എന്നാൽ നമ്മൾ ഒരിക്കലും അഴിഞ്ഞു പോകാതിരിക്കുവാൻ, ഒരിക്കലും അടിപ്പതറി പോകാതിരിക്കുവാൻ, ഒരിക്കലും താണടിയായി പോകാതിരിക്കാൻ, ഒരിക്കലും വീണ് നിലപ്പരിചയായി പോകാതിരിക്കാൻ ഈ സറണ്ടർ ടു ഗോഡ്, നാം ദൈവത്തിലേക്ക്, ദൈവത്തിനായി നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കണം. അത് രഹസ്യം, മറ്റാരോട് പറയുന്നു. നമ്മുടെ ഈ വർഷത്തെ ജീവിതത്തിലെ വിജയം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ
അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ ആ രഹസ്യം നമ്മൾ വെളിപ്പെടുത്താവൂ. ഞാൻ എന്നെ രാജ്യമായി ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്റെ ദൈവമാണ് രാജാതിരാജാവാണ്. അതുകൊണ്ട് ഞാൻ എന്നെ അത് കൊടുത്തിരിക്കാൻ എനിക്കൊന്നിനും ഒരു കുറവില്ല. പ്രിയ ദൈവമക്കളെ, 12, 14, 15 വാക്യങ്ങളിൽ അവർ സിറ്റുവേഷൻ, നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് കാണണം. 12, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മുകളിലേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികമാവുന്നു, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ആ വാക്യം അത്ര ഭയങ്കരമാണ്. എന്നെ ചുറ്റിയിരിക്കുന്ന അകൃത്യങ്ങൾ എന്റെ തലയിലെ രോമത്തേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. പ്രിയ ദൈവമക്കള്, ഈ വർഷക്കാലം ഒരനർത്ഥവും നമ്മളെ ചുറ്റിപ്പടയാതിരിക്കാൻ സൂക്ഷിക്കുക. പ്രിയ ദൈവമക്കളെ, അനർത്ഥം നമ്മളെ ചുറ്റിപ്പടഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കത്തില്ല. അങ്ങനെ എഴുന്നേൽക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് സ്ട്രെങ്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി നമ്മൾ സംഭരിക്കും. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ വേദപുസ്തക പ്രകാരം ആത്മീയ ഗാനങ്ങൾ ആരംഭിച്ചു, ദൈവത്തെ സ്തുതിച്ചു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു, അവന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ നവോന്മേഷം നമ്മുടെ ആന്തരികമായ ഭാഗത്തു നിന്ന് ബാഹ്യമായ ഭാഗത്തേക്ക് വ്യാപിക്കും. അതിന് നമ്മൾ ഒരുങ്ങേണ്ടത് അനിവാര്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവന്റെ സ്നേഹവും അവന്റെ വിശ്വസ്തയും വലുതാണ്. ദൈവത്തിന്റെ സ്നേഹവും അവന്റെ വിശ്വസ്തയും വലുതാണ് എന്നുള്ള കാര്യം പ്രിയ ദൈവമക്കളെ നമ്മൾ മറക്കരുത്. നമ്മുടെ സമർപ്പണവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും എല്ലാം അവനിൽ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതിന്റെ 14-ാം വാക്യം, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ, എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ അപമാനം ഏൽക്കട്ടെ. 16-ാം വാക്യം, നിന്നെ അന്വേഷിക്കുന്ന ഏവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ, നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ. അവസാന വാക്യം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും യഹോവയെ വിചാരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കിയാൽ എനിക്കൊന്നുമില്ല, ഒന്നും കാണാനില്ല. പ്രിയ ദൈവമക്കളെ, ഈ വാക്യം എത്രയോ അർത്ഥവത്താണ്. നമ്മെ സംബന്ധിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ നമ്മളെക്കാൾ എത്രയോ ആഡംബര പ്രബലത നമ്മുടെ കണ്ണുകൾക്ക് കാണുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അവരുടെ മനസ്സിൽ എളിമത്വവും ദാരിദ്ര്യാവസ്ഥയും കടന്നു വരുന്നില്ല. എന്നാൽ അവയെല്ലാം കാണുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അവരറിയാതെ ഇങ്ങനെ പറയും, കർത്താവ്, ഞാൻ എളിയവനും ദരിദ്രനുമാണ്, എങ്കിലും അവനെ ഓർക്കാത്ത നീ എന്നെ ഓർക്കുന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ 2025 നമ്മളെ ഓർക്കുന്ന ഒരുവനുണ്ടോ? നിന്നെ ഓർക്കുന്ന ഒരുവനുണ്ടോ? നിന്നെ കാണുന്ന ഒരുവനുണ്ടോ? നിന്നെ കരുതുന്ന ഒരുവനുണ്ടോ? നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ടോ? നിനക്ക് വേണ്ടി കരം നീട്ടുന്ന ഒരുവനുണ്ടോ? നിന്റെ കാലടികൾ വഴുതാതെ അതിനെ ഉറപ്പുള്ള പ്രതലത്തിൽ സൂക്ഷിക്കുന്ന ഒരുവനുണ്ട്. ആ ഉള്ളവനെ നീ നല്ലതുപോലെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് നിന്റെ ജീവിതയാത്രയുടെ നങ്കൂരം മുന്നോട്ട് നയിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ഏത് മാരകമായ പ്രതിരോധത്തെയും അതിജീവിച്ചു നിൽക്കുവാനുള്ള ശക്തി നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ പകരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്ത് എവിടെ പൊട്ടിപ്പുറപ്പെട്ടാലും അതിന്റെ ഒരു അണിവ്യാപനവും നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ കരുതലോ ദൈവസന്നിധിയിൽ നിന്ന് ആശ്രയിക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു പ്രലോഭനങ്ങൾക്ക് നമ്മൾ വശംവദരാകരുത്. ആമേൻ, ഹല്ലേലൂയ. അവർ എന്ത് വല്ലാത്ത മോഹങ്ങളുമായി നമ്മളെ സമീപിച്ചാലും ചതി 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 എന്നറിഞ്ഞുകൊണ്ട് ആന്തരികമായ ഒരു ഉൾവഴി ഉണ്ടായിരിക്കട്ടെ.
ഒന്നും പറയണ്ട, ഒരു പ്രകോപനവും ഉണ്ടാക്കണ്ട, ഒരു പ്രതിഷേധവും വേണ്ട. ഒരു ഉൾവലിവ് ആന്തരികമായി അനധികൃതമായ ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത ഗുണമില്ലാത്ത നാശം വരുത്തുന്ന നഷ്ടം വരുത്തുന്ന നശിപ്പിക്കുന്ന ഏതിന്റെ അടുക്കൽ നിന്നും ഒരു ഉൾവലിവുണ്ടായി ദൈവത്തിൽ ഉള്ളുകൊണ്ട് ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അവൻ ദൈവം പറഞ്ഞതുപോലെ നിന്നെ ഞാൻ വാഴല്ല തലയാക്കും. നിന്നെ ഞാൻ വഴിയിൽ ഏകനായി വിടത്തില്ല. ആമേൻ. നിന്നെ നോക്കി പരിഹസിക്കുന്നവർ അധികം മുന്നോട്ട് പരിഹസിക്കുവാൻ ഇടവരാതെ അവരുടെ മേൽ നിന്നെ ഉയർത്തുവാൻ ഞാൻ നിന്റെ അടുക്കലുണ്ട്. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, 2025 ആശ്രയത്തിന്റെ വർഷമായി മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ആശ്രയത്തിന്റെ 40 സങ്കീർത്തനം 2025 നമ്മുടെ ജീവിതം അനന്തതയിലേക്ക് അനശ്വരമായ നന്മയാൽ നയിക്കുമാറാകട്ടെ, നയിക്കുമാറാകട്ടെ, നയിക്കുമാറാകട്ടെ. ആമേൻ.